ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബീഫ് പിക്കിൾ ആണ്. അപ്പോൾ ഈ ബീഫ് അച്ചാറിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. അപ്പോൾ ഈ ബീഫിന് ഒരുപാട് വേവുള്ളത് കൊണ്ട് ഞാൻ ഇത് പ്രഷർ കുക്കറിലിട്ട് 2 വിസിലടിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തെടുത്താണ്. അതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ബീഫ് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാകും. ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ ബീഫ് വേവിച്ച് കഴിയുമ്പോഴും അതിൻ്റെ അടിഭാഗത്ത് വെള്ളം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് വീണ്ടും വറ്റിച്ചെടുക്കണം. അങ്ങനെ ഒട്ടും വെള്ളമയം ഇല്ലാതെ എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്താണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വിനാഗിരി. കാരണം ആ വിനാഗിരി ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ വരുമ്പോഴേക്കും നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഇപ്പോൾ 2 തുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പീസാണ് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. പിക്കിളിനൊക്കെ നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നേരത്തെ ചേർത്തായിരുന്നു. 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കായം 1/4 ടീസ്പൂൺ, കടുക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ഒരുപാടങ്ങ് പൊടിച്ചെടുക്കണ്ട. ഇതുപോലെ ഒരു തരിയോട് കൂടി തന്നെ അതും 1/4 ടീസ്പൂൺ. ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 പച്ചമുളക്, 1 വറ്റൽമുളക്. അപ്പോൾ ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടുള്ള പാന് ഞാൻ അടുപ്പിൽ വെക്കുകയാണ് ചൂടാകാനായിട്ട്. ഇപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഒരുപാട് ഫ്രൈ ആയി പോയാലും കൊള്ളത്തില്ല. ഇനി ഇതും കൂടി കോരിയെടുക്കാം. ഇതപ്പം നമ്മുടെ ബീഫെല്ലാം വറുത്ത് കോരി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിതൊക്കെ വറുത്തെടുത്ത ആ എണ്ണ തന്നെ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സെയിം പാൻ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്കോ ഉരുളിച്ചട്ടിയിലേക്കോ അങ്ങനെ മാറ്റുക. അപ്പോൾ ഞാൻ വേറൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം ഈ വറുത്തെടുത്ത എണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടാകും. അതൊന്നും അതിലേക്ക് വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഒരല്പം കൂടി ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് ചിലവർ അച്ചാറിൽ കടുക് പൊടിച്ചെടുക്കാറില്ല. 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ കടുക് ചേർത്ത് കൊടുത്തു. അച്ചാറൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും കൂടുതൽ എണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അച്ചാർ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കും. അതുപോലെ വിനാഗിരിയും എണ്ണയുമാണ് നമുക്ക് അച്ചാറിന് കൂടുതലായിട്ട് വേണ്ടത്. സാധാരണ അച്ചാറിൽ വെള്ളം ചേർക്കാറില്ല. പിന്നെ ചിലവരൊക്കെ ഉണ്ടാക്കുമ്പം വെള്ളം തിളപ്പിച്ചൊഴിച്ചുമുണ്ട്. ഗ്രേവി കൂടുതലായിട്ട് വേണ്ടവർ
വെള്ളം തിളപ്പിച്ച് ഒഴിക്കാറുമുണ്ട്. പക്ഷേ അതിലും നല്ലത് എപ്പോഴും നമ്മൾ വിനാഗിരിയും എണ്ണയും മാത്രം വെച്ച് അച്ചാർ ഉണ്ടാക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്ക് ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ തന്നെ കഴിക്കാനായിട്ട് പറ്റും. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. എന്നിട്ട് വേണം നമുക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കാനായിട്ട്. ഈ ജിഞ്ചറൊക്കെ ഒരു മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വെളുത്തുള്ളി, പച്ചമുളക്, ഇതുകൂടി ഇട്ടൊന്ന് വഴറ്റാം. പച്ചമുളക് ഞാനിവിടെ 3 എടുത്തിട്ടുള്ളൂ. കാരണം മുളക് പൊടിയും വറ്റൽമുളകും എല്ലാം കൂടി വരുമ്പോഴേക്കും നല്ല എരിവ് ഉണ്ടാവും. ഞാൻ വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമുളക് ഏകദേശം ഒരു ഫ്രൈ ആയ പോലെയായി. ഇനി ഇതിലേക്ക് ഈ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഈ വറ്റൽമുളക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ പോലെ ആയി പോകും. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ചേർക്കുന്നത്. ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത്രയും നേരം ഇത് മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി ഇത് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിലിടണം മസാലകൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ മസാലകൾ അങ്ങ് മൂത്ത് പോകും, കരിഞ്ഞ് ചൊവയായി പോകും. പിന്നെ ഈ മസാല ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഈ ഉലുവ, കായം, കടുക് പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. 1 മിനിറ്റ് മതി. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നോളൂ. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തിളപ്പിച്ച് ആർച്ച് വെച്ചിരിക്കുന്ന വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പിക്കിൾ തയ്യാറായി കഴിഞ്ഞു. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് കണ്ടാൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ഗ്രേവി കുറവാണ്. അപ്പം നമുക്ക് ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വിനാഗിരിയും അതുപോലെ കൂടുതലായിട്ട് എണ്ണയും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്തുമാത്രം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ 2 കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അച്ചാറൊക്കെ ആകുമ്പോഴത്തേക്കും ഏത് അച്ചാറാണെങ്കിലും നമ്മൾ ഇട്ട പാട കൂട്ടിയാൽ അതിൻ്റെ ടേസ്റ്റ് കാണത്തില്ല. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ആ അച്ചാറിന് അതിൻ്റെ ഒരു കറക്റ്റ് രുചിയൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മുടെ ബീഫ് പിക്കിൾ റെഡിയായി. ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നന്നായിട്ട് ആറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബീഫ് അച്ചാർ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ആ പാത്രത്തിൽ വെച്ചേക്കരുത്. അത് ആറിയ പാടെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റണം. കാരണം വിനാഗിരിയൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ അധികം നേരം വെച്ചേക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.